ഹായ് ഹലോ. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല റെസ്പോണ്ടായിരുന്നു. എന്നെപ്പോലെ അനുഭവമായ രണ്ടാൾക്കാർ അതിന് കമൻറ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെന്നായി. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഫോട്ടോഗ്രാഫറെ എന്താ പറയണ്ടേ, ഒരു തരം മെഷീൻ പോലെയാണ് എല്ലാവരും കാണുന്നത്. നമുക്കൊരു ഫാമിലി ഉണ്ട്, നമ്മൾ ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. നമുക്കും ദാഹമുണ്ട്, നമുക്കും വിശപ്പുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വർക്ക് തരുന്ന ക്ലയൻസും മനസ്സിലാക്കണം. ഞാനീ പറയുന്നത് എല്ലാ ക്ലയൻസിനും അല്ല. ചില ക്ലയൻസ് നമ്മളെ വീട്ടിലത്തെ ഒരാളെ പോലെയാണ് നോക്കുന്നത്. ചില ക്ലയൻസ് എന്ന് വെച്ചാൽ അത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അത് പറയുമ്പോൾ ഇത് കാണുന്നവർക്ക് വിഷമാവോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ വിഷമായെങ്കിലും ഇതെല്ലാം അവർ അറിഞ്ഞിരിക്കണം. ഒരു ഫോട്ടോഗ്രാഫറെയോ വീഡിയോഗ്രാഫറെയോ അവരെ കൂടെ വരുന്ന അസിസ്റ്റൻ്റ് ആയാലും അവരൊരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്, ഒരു വർക്ക് ചെയ്യാനാണ് വരുന്നത്, ഭിക്ഷ യാചിക്കാൻ വരുന്നതല്ല. അതേ രീതി തന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, കപ്പിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് ലേറ്റായി എന്ന് പറഞ്ഞിട്ട് വെറുതെ സമയം കളയുന്ന ചില ആൾക്കാരും കൂടി ഉണ്ട് നമ്മളതിൽ. ലേറ്റായി എന്ന് പറയും. ലേറ്റാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഓക്കെ ശരി സാർ ഓക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പുറത്ത് വെക്കുമ്പോൾ അവരിങ്ങനെ സമയം ലേറ്റാക്കും. അങ്ങനത്തെ അനുഭവം ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് പ്രശ്നങ്ങൾ. അതിൽ എത്രത്തോളം ശരിയാക്കാൻ പറ്റുന്നുള്ള കാര്യം എനിക്കറിയില്ല. എൻ്റെ വീഡിയോ മൂലം എല്ലാവരും കണ്ടിട്ട് ചിലപ്പോൾ തിരുത്താൻ പറ്റിയാൽ അത്രയും നല്ലത്. പിന്നെ മെയിനായിട്ടൊരു കാര്യം, നമ്മൾ ഈ കപ്പിൾ ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം എടുക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളെ ആൽബത്തിലും, അതായത് കസ്റ്റമറെ നിങ്ങളെ ആൽബത്തിൽ അത് കാണാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഹാളിൽ ഏകദേശം ഒരു 3 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യും, 1:30 ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്യും. അപ്പോൾ ഹാളിൻ്റെ അവർ വന്നിട്ട് ചൂടാകുന്നത് നമ്മളോടാണ്, പാർട്ടിയുടെ അവർ പറയുന്നില്ല. നിങ്ങളെ ഫോട്ടോ എടുപ്പ് തീർന്നിട്ട് ലൈറ്റ് നിങ്ങളെ കൊണ്ടുതന്നെ ഇടാം, ലേറ്റാണ്, വൈകുന്നേരം വേറെ ഫംഗ്ഷൻ ഉണ്ട്. ഇതൊന്നും അമ്മ തന്നെ കേൾക്കണം. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടോ ഇല്ലോ എന്നറിയില്ല. കഴിയുന്നത്ര നമ്മൾ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ മാക്സിമം ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കുറച്ച് ഈ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരിലും എത്തും. അപ്പോൾ കുറച്ചും കൂടി എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടും തോന്നുന്നു. ഇപ്പോൾ ഹോളിലവർക്കെല്ലാം ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരെ തെറ്റ് മനസ്സിലാവണമല്ലോ. തെറ്റ് മനസ്സിലല്ലേ തിരുത്താൻ പറ്റൂ.